ഹേ ഗൈസ്, നമ്മളെല്ലാവരും കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ടാവില്ലേ? അതുപോലത്തെ ഒരു ട്രിപ്പ് റീക്രിയേഷൻ കോളേജ് ഫ്രണ്ട്സിൻ്റെയും വേറെ കുറച്ച് ഫ്രണ്ട്സിൻ്റെയും കൂടെയാണ് നമ്മൾ ഈ ബസ്സെല്ലാം എടുത്തിട്ടുള്ളൊരു സംഭവം നടത്തുന്നത്. സാധാരണ നമ്മളിപ്പോൾ ഒക്കെ ട്രിപ്പ് പോകുമ്പോൾ പറഞ്ഞ കാറും പിന്നെ അങ്ങനത്തെ ഓരോ ട്രാൻസ്പോർട്ടേഷൻ വെച്ചിട്ടല്ലേ. ഇതൊന്നും വ്യത്യാസമായിട്ട് എല്ലാവരും കൂടെ ഒരു കുടക്കടിയിൽ വരുന്ന രീതിയിൽ ബസ്സെല്ലാം പിടിച്ച് പോവുകയാണ്. അപ്പോൾ ബസ്സിൽ നിങ്ങൾക്കറിയാലോ, ആസ് യൂഷ്വൽ അവിടെ ബഹളമായിരുന്നു. ഫുൾ ഡാൻസും പാട്ടും കൂത്തും. അപ്പോൾ അതിന് മുന്നേ ഞാൻ പോകുന്ന സ്ഥലത്തിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഗന്ദിക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ആന്ധ്രാപ്രദേശിലൊരു സ്ഥലമാണ്. നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 6.5 hours ആണ് കാണിച്ചത്. ഞങ്ങളാണെങ്കിൽ ഒരു 7:30 8 കയറി ഇരുന്നിട്ട് അവിടെ ഒരു 4:30 ഒക്കെ ആകുമ്പോഴാണ് ഏതാണ്ട് ഗന്ദിക്കോട്ടയിൽ എത്തുന്നത് തോന്നുന്നു, സ്റ്റേയിൽ. പിന്നെ ഞങ്ങളിതിനെ പറ്റിയൊന്നും ബോധേടയല്ല. കാരണം എല്ലാവരും പറഞ്ഞ ആ ഒരു വൈബ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. എല്ലാവരും അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് നമുക്ക് അതിൻ്റെ ഒരു ചതി മനസ്സിലായത്. കാരണം ഇതിനെപ്പറ്റി ഒരു റിസർച്ചും നടത്താതെ ഈ സ്ഥലത്തിനെ പറ്റിയാണ് ഞങ്ങളെല്ലാവരും ഇറങ്ങിയത്. ഒരാൾ പ്ലാൻ ചെയ്തു, ബാക്കി ഒരു 13 ആൾക്കാർ കൂടെ കയറി അങ്ങ് പോവുകയാണ് ചെയ്തത്. സംഭവം അവിടെ പോകാൻ പറ്റിയ സീസൺ അല്ലായിരുന്നു ഇത്. കാരണം ഞങ്ങൾ പോകുമ്പോൾ അവിടെ 40+ ആണ് അവിടുത്തെ ടെമ്പറേച്ചർ. ഒന്ന് ആലോചിച്ചേ, ഞങ്ങളിങ്ങനെ അവിടെ വേവിക്കാനൊക്കെ ഇട്ട പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഇത് പോകുന്ന വഴി നമുക്ക് മനസ്സിലായി എല്ലാവരും അപ്പോഴത്തേക്ക് അണഞ്ഞു, ഒടുക്കത്തെ ചൂട് കാരണം. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോയിട്ട് നല്ല ക്ലൈമറ്റ് പോയിട്ട് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അവരൊന്ന് ക്ഷമിക്കണം. കാരണം എനിക്ക് ഈ സ്ഥലത്ത് വന്നിട്ട് എനിക്ക് ഈ ടൈമിൽ വന്നുകൊണ്ടായിരിക്കാം എനിക്ക് അതിനു മാത്രം ഈ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല, സത്യം പറഞ്ഞാൽ. കാരണം ഇവിടെ ഒന്നും കാണാനില്ല അതിന് മാത്രം. എസ്പെഷ്യലി ഇപ്പം നമ്മളെ ബേക്കൽ ഫോർട്ടൊക്കെ ഇല്ലേ, അത് ഇതിലും ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിയത്. ഇവിടെ ഗ്രാൻഡ് കാനിയൺ ഓഫ് ഇന്ത്യ ആണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഗൂഗിൾ ചെയ്ത് പിന്നെ അറിഞ്ഞ കാര്യം കേട്ടോ. എന്തായാലും കോട്ടേൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഒരു വില്ലേജ് ടൈപ്പ് ഓഫ് ഏരിയ ഒക്കെയാണ്. കുറേ ഈ കോട്ടേൻ്റെ ഉള്ളിലൂടെ പോകുമ്പം അപ്പുറത്തും അതൊക്കെയാണ് ചിലപ്പോൾ ചെറിയ ചെറിയ ഷോപ്പുകളും കുറച്ച് ആൾക്കാരുടെ വീടുകളും അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് നമുക്ക് കാണാം. പിന്നെ ഈ ഷോപ്പ് എന്നൊക്കെ പറയുമ്പം വലിയ റെസ്റ്റോറൻറ്റ്സോ കഫേയോ ഒന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് സാധാ വെള്ളവും കുറച്ച് ലേസും ബിസ്ക്കറ്റും ഒക്കെ കിട്ടുന്ന പോലത്തെ കുഞ്ഞു കടകളുണ്ടാവില്ലേ, ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ നടത്തുന്നത്. അതുപോലത്തെ കുഞ്ഞു കടകളെ കിട്ടും. എന്തായാലും വെള്ളമൊക്കെ കിട്ടും കുറേ കേട്ടോ. നമുക്ക് കേൾക്കാത്ത പല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ അതിൻ്റെയൊക്കെ വെള്ളം ഒക്കെ കിട്ടും. എന്തായാലും വെള്ളം കിട്ടാണ്ട് ആരും ചാവില്ല. ഈ നടത്തം ഞങ്ങൾ തുടങ്ങിയിട്ട് കുറേ നേരം ഈ കോട്ടേൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉള്ളിലൊന്നും കാണാനില്ല ഈ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ എന്തായാലും അവിടെ ഒരു ജയിൽ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പം അവിടുത്തെ ഏതോ കാലത്ത് ആൾക്കാർ ജയിലിൽ ഇട്ടുകൊണ്ടിരുന്നത് ഇവിടെ ആയിരിക്കാം. എന്തായാലും ജയിലിൽ നിന്ന് ബോർഡൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ തീരുമാനിച്ചു. അവിടെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പം ഇതൊരു ജയിലിൻ്റെ ആംബിയൻസ് ഇല്ല, ഇത് വീണ്ടും വേറൊരു കോട്ട കയറിയ പോലെ ഉണ്ടായി. വൈബൊക്കെ കാണുന്നുണ്ടെങ്കിലും ഭയങ്കര മണമായിരുന്നു. ആ വവ്വാലിൻ്റെ മൂത്രത്തിൻ്റെ അസുഖം പിടിച്ചു പോകുന്ന പോലത്തെ ഒരു മണം. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് ഇതിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്, ഈ താഴെ കാണുന്ന സ്റ്റെപ്പിൻ്റെ അവിടേക്ക്. അവന്മാരതാ തിരിച്ച് കയറി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനും അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് കരുതി. അവർ പറഞ്ഞു ഒന്നും കാണാനൊന്നുമില്ല, എന്നാലും വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ ഇറങ്ങി നോക്കി. പക്ഷേ ഇരുട് കണ്ടിട്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ച് അതേപടി കയറി വന്നു. അപ്പം നേരത്തെ കണ്ട ആ ഒരു വലിയ വാതിൽ പോലത്തെ സ്ഥലമില്ലേ, അവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ്. ഇത് വേറെ ഏതോ രാജാവിൻ്റെ കോട്ടയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന സ്ഥലത്തായിരുന്നു എന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ജയിലിലൊക്കെ വന്ന സ്ഥിതിക്ക് ഇവരെല്ലാവരും കൂടെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് വെച്ചു. ഞാൻ പിന്നെ ആകെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ബാക്കിയുള്ളൊരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വയ്യായിരുന്നു ഒന്നിനും, അത്രയും ചൂടൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഈ ഒരു ഗ്രാമപ്രദേശത്തിലൂടെ നമ്മൾ ഈ ഫോർട്ടിൻ്റെ ഉള്ളിലൂടെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് നമ്മൾ ഏതോ ഒരു പള്ളീൻ്റെ അടുത്തെത്തി. ഈ കോട്ടേൻ്റെ ഉള്ളിൽ തന്നെ ഏതൊരു പള്ളിയുണ്ട്. ഞാൻ വിചാരിച്ചു നമ്മൾ പള്ളിയിലേക്കാണ് പോകുന്നത്, ഇനി തിരിച്ചു പോയാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവിടെ ഗ്രാൻഡ് കാനിയൺ ഓഫ് ഇന്ത്യയിലേക്ക് നമ്മൾ പോകുന്നത്. ഗന്ദിക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു റിവർ കാണാം, പക്ഷെ അത് വറ്റിയിരിക്കുകയാണ്. അവിടെ ഉണ്ട് ഒരു റിവർ, ഇത് വറ്റിയിട്ടായിട്ടുള്ളത്. ഇവിടെ വെള്ളം പോകുന്ന പൈപ്പ് കണക്ഷൻ ഉണ്ട്. അഭിപ്രായം എനിക്കൊരു അഭിപ്രായമില്ല. എന്താ അഭിപ്രായം? ഈ കാണുന്നതാണ് നമ്മളെ ഗ്രാൻഡ് കാനിയൺ ഓഫ് ഇന്ത്യ. ഇതിൻ്റെ റോ ഫുട്ടേജാണ് മക്കളെ. അതായത് നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോയോ ഫോട്ടോ ആയിരിക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. എന്നാൽ ഇത് റോ, ഇതിങ്ങനെയാണ് നമ്മൾ പോയാൽ കാണാൻ കിട്ടുന്നത്. അതുകൊണ്ട് കണ്ണിന് കാണാൻ ഭംഗിയുള്ളൊന്നുമില്ല, പക്ഷേ ക്യൂരിയസ് ആവുന്ന പല സാധനങ്ങളും നമ്മളെ മനസ്സിൽ വരും. ഇത് നാച്ചുറലി ഫോംഡ് ആയത് എങ്ങനെ, അങ്ങനത്തെയൊക്കെ കുറേ ക്വസ്റ്റ്യൻ ഞങ്ങൾ കുറച്ചൊക്കെ ഗൂഗിൾ ചെയ്തു. കൂടുതൽ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ റിസർച്ച് നടത്തിയിട്ടില്ല. അപ്പോൾ ഇനിയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് വീണ്ടും വരാം. നമ്മളിവിടെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു, ഗന്ദിക്കോട്ട. ഗണ്ടിക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നേക്കുന്നത്. ഇതുവരെ വന്നതിനകത്ത് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു
സുനാൽപി കാണുമ്പോഴത്തേക്ക് ഏതാടാ സുനാമി? ഇത് നമ്മളെ ഗ്രാൻഡ് കാനിയനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ സംഭവം കൊള്ളാം. ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ആൾക്കാരൊക്കെ കുറവാണ്. സീസൺ എല്ലാം തോന്നുന്നു ഇവിടെ. പോയി ഞങ്ങള് ഗണ്ടിക്കോട്ടെ. നിങ്ങളോ? ഗ്രാൻഡ് കനിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗണ്ടിക്കോട്ട. നമ്മൾ കാണുന്നത് ഇപ്പോ ഞങ്ങളിപ്പോ കാണുന്നത് മലിനമായ ജലം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം വന്നിട്ട് ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കുന്നത് ഒരു രാജാവ് ഉണ്ടാക്കി വെച്ചത്. അത് അങ്ങനെയല്ല. വാസ്തവം തന്നാലുണ്ടായത് നാച്ചുറലി ഫോംഡ് ആണ്. അല്ലേ? കറക്റ്റ് അല്ലേ? ഇവിടെ ഒരു ഷോടെ ഒരു കട പോലും ഇല്ല. ആരും വരായിരുന്നു. ഈ അടുത്ത വീഡിയോ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ വിചാരിച്ചതല്ല. ആ സമയത്ത് എല്ലാവരും തളർന്ന് വണ്ടഹാരടങ്ങിയിരിക്കുന്ന സമയത്ത് ചുമ്മാ അഭിപ്രായം ചോദിച്ചിറങ്ങിയതാണ് ഞാൻ. പക്ഷേ ഇപ്പം ഇതിൽ ആഡ് ചെയ്യുമ്പോൾ നല്ല രസം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇട്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോയി. അവിടെ സൺസെറ്റ് കാണാം, പിന്നെ ഒരു സ്ഥലത്ത് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വ്യൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കയറിപ്പോയി. അപ്പോൾ സംഭവം ഇത് ഇനിയും നേരെ നടന്നു പോകുമ്പം അവിടെ വേറൊരു വ്യൂ ഉണ്ട്. സെയിം വ്യൂ തന്നെ ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് കാണാമെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകണ്ട വിചാരിച്ചു. നമ്മളെ ഗ്രൂപ്പിൽ തന്നെ വേറെ ആൾക്കാരെല്ലാം അങ്ങോട്ട് പോയി. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോവാതെ നമ്മളിവിടെ തന്നെ ഒരു കല്ലിൻ്റെ മേലെ കയറി അങ്ങ് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു കുറച്ച് നേരം. കാരണം ചൂട് അത്ര സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഇവിടെ മേലെ നല്ല കാർബേഗൊക്കെ ഉള്ളതുകൊണ്ട് മഴ പെയ്ത ആ ഒരു തണുപ്പ് കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയും കൂടെ ഉണ്ടായി. എന്നിട്ട് ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആ മഴയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ആ കല്ലിൽ കിടന്ന് ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. സൺസെറ്റും കണ്ട് ഇവിടുത്തെ ചൂടിനെ പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ കൂടെ മഴ ദൂരെ പെയ്യുന്നത് കണ്ടിട്ട് മഴ ഇങ്ങോട്ട് വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായി. മഴ സംഭവം ചുറ്റും പെയ്തു. ഞങ്ങളുള്ളിടത്തൊരു മരുപ്പച്ച പോലും വരില്ല എന്നുള്ള പോലത്തെ ഒരു അവസ്ഥയിൽ മഴ ഞങ്ങളടുത്ത് എത്തിയതേ ഇല്ല. ഇനിയിപ്പോൾ രാത്രിത്തെ കോലാഹലം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ടെൻറ്റും 2 റൂമും ഉണ്ടായി. അത് AC റൂമാണേ. അപ്പം ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തു. ഇവിടെ എത്ര നേരം നിന്നതിൻ്റെ ഒരു ഇതിൽ കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞു ഞാൻ റൂമിലേ കിടക്കുള്ളൂ. രാത്രി വരെ നമ്മൾ ടെൻറ്റിൻ്റെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് രാത്രി ഉറങ്ങാൻ നേരം ഞാൻ ടെൻറ്റിൽ പോകുമെന്ന് പറഞ്ഞു. കാരണം ഇത് ഓൾറെഡി ചൂടുള്ള റോക്കാണ്. ഇതിൻ്റെ അപ്പുറം കൊക്കയാണ്. അതിൻ്റെ മേലെ കുറേ ടെൻറ്റ്. വെളിച്ചമാണോ? അതുമില്ല. വെളിച്ചത്തിന് പകരം നമ്മൾ ക്യാമ്പ് ഫയർ ഈ ചൂടത്ത് വെക്കേണ്ട ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം ഗൈസ്. ആ ക്യാമ്പ് ഫയറും വെച്ചിട്ടാണ്. അല്ലാതെ നമ്മൾ ഫോണും പിടിച്ച് എത്ര നേരം നിൽക്കും? കാരണം ഒരു വെളിച്ചമില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും ചൂടെടുക്കുന്നൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒലിക്കായിരുന്നു ആ ക്യാമ്പ് ഫയർ. തണുപ്പത്തല്ലേ സാധാരണ മനുഷ്യന്മാർ ക്യാമ്പ് ഫയർ ഇടാം. ഇവിടെ ചൂടത്ത് നട്ടപ്പൊരി ചൂടത്ത് ഞങ്ങൾ ക്യാമ്പ് ഫയർ ഇടേണ്ടി വന്നു. എന്തായാലും അവിടെ വൈബാക്കാൻ നമ്മൾ ഡാൻസും പാട്ടും എല്ലാം വെച്ച് സംഭവം അടിപൊളിയായിരുന്നു. ഈ പാട്ട് എനിക്ക് ഇടണം എന്നുണ്ടായി. പക്ഷേ ഇത് കോപ്പിറൈറ്റ് അടിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ആ പാട്ട് ഓഡിയോ ഇതിൽ ശരിക്കും വെക്കാൻ. സംഭവം നല്ല വൈബ് ഡാൻസൊക്കെ ആയിരുന്നു ഇതിൻ്റെ മേലെന്ന്. അപ്പോൾ അങ്ങനെ ആ രാത്രി കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എണീറ്റിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു സ്ഥലം വരെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് കുളിക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പ് കേടി ഞങ്ങൾ എല്ലാ അവസരങ്ങളും മിസ്സാക്കാതെ പോവുകയാണ്. അങ്ങനെ ഈ വെള്ളച്ചാട്ടത്തിലേക്കെന്നും പറഞ്ഞിട്ടുള്ള നടത്തം തുടങ്ങിയിട്ട് കുറേ നേരമായി. അതും നട്ടപ്പൊരി വെയിലത്ത് ഞങ്ങൾ നടക്കുകയാണ്. തീരെ വയ്യ ഗൈസ്. ഇവിടെ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഏതോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നട്ടപ്പൊരി വെയിലത്ത് ഞങ്ങൾ കാണുന്നില്ല. ഈ നട്ടപ്പൊരി വെയിലത്ത് ഞങ്ങളെ മൈലുകൾ നടത്തിച്ച് ഏകദേശം ഒരു 3 കിലോമീറ്റർ ആയി കഴിച്ചു. കഷ്ടപ്പാടെല്ലാം കണ്ടല്ലോ. ഈ വെയിലത്ത് ഞങ്ങൾ സൺസ്ക്രീൻ ഇട്ടാൽ പോലും കരിഞ്ഞു എന്നുള്ള അവസ്ഥയിലായിരുന്നു. അത്രയും ഞങ്ങൾ തോർത്തെല്ലാം തലയിലിട്ട് നടക്കുകയായിരുന്നു. വെള്ളം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി വെച്ചു ആ നേരെ കാണുന്ന വെള്ളം വിചാരിച്ചു. പക്ഷെ അതല്ല വെള്ളം. അതും കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു ചെറിയ സ്ഥലത്തേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം വെള്ളം എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഈ നടന്നു വരുന്നത്. കാരണം അത്രയും ചൂടുണ്ട് ഇവിടെ. അപ്പം ഞങ്ങളെ അവസ്ഥ കണ്ട് ഞങ്ങൾക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ തോന്നിയത് നമ്മൾ ആടുജീവിതത്തിലെ പെരിയോനെ പാട്ട് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ തന്നെ തോന്നിയത്. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇത് ഇനിയും കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങണം. അപ്പോൾ ആ ഇറങ്ങിയാലുള്ളതാണ്. പക്ഷെ വെള്ളച്ചാട്ടം പോലെ ഒന്നും കാണുന്നില്ല. ഒഴുക്ക് അത്രയേ ഉള്ളൂ. തീരുമാനവും ഞങ്ങൾ വെള്ളം ഇല്ലാതെ ഒരു മരുപ്പച്ചയിലേക്ക് ഇപ്പൊ തേടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കിട്ടി. ഇതാ അവിടെയാണ് വെള്ളം. പോയി ഞങ്ങളത് ഉപയോഗശൂന്യമാണോ നോക്കിയിട്ട്. അങ്ങനെ ഞങ്ങളെ ദുരിതാവസ്ഥയെല്ലാം കണ്ടല്ലോ. അവസാനം ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി. തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഒഴുക്ക് പോലെ, ചാട്ടമൊന്നുമില്ല, ഒഴുക്ക് പോലെ കാണുന്ന സ്ഥലത്തേക്ക് നല്ല ആളുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. കുറച്ച് പേരെ പോയുള്ളൂ.
അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അന്ന് തന്നെ ബാംഗ്ലൂർക്ക് വിട്ടു ഗൈസ്. ഓ മൈ ഗോഡ്.